കുഞ്ഞുങ്ങളോടൊപ്പം പുൽക്കൂടൊരുക്കാം ഈ ശുശ്രൂഷയിലേക്ക് സ്വാഗതം. ഇത് ഒരുക്കത്തിൻ്റെ 7-ാം ദിവസം. വിശുദ്ധ ഫ്രാൻസിസ് അസിസിയുടെ ജീവിതത്തിൽ ചില ആസക്തികൾ കടന്നു വന്നപ്പോൾ അദ്ദേഹം തൻ്റെ ജീവിതത്തിൽ റോസമുള്ള ഇടയിൽ ഉരുണ്ടുകൊണ്ട് അദ്ദേഹം ഈ ആസക്തി ഒരിക്കലും ജീവിതത്തിൽ വളർത്തേണ്ടവയല്ല, മറിച്ച് അവ പോരാടേണ്ടവയാണ് എന്ന് നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ പ്രിയമുള്ളവരെ, നമുക്ക് ആഗ്രഹിക്കാം ഈശോയുടെ സന്നിധി ഇരിക്കുമ്പോൾ എൻ്റെ ആസക്തികൾ എന്താണ് എന്നെനിക്കൊന്ന് തിരിച്ചറിഞ്ഞ് അതിനൊന്ന് നേരിടാൻ ദൈവം നമ്മളെ സഹായിക്കുകയാണ്. രണ്ടാമത്, നമ്മുടെ ജീവിതത്തിൽ തിരുത്തപ്പെടേണ്ട ഒരു മേഖലയാണ് കഠിനഹൃദയം. ഈശോ പലപ്പോഴും തൻ്റെ പരസ്യ ജീവിതകാലത്ത് വചനം പങ്കുവയ്ക്കുകയും എന്നാൽ അതനുസരിച്ച് വ്യക്തികളിൽ മാറ്റം വരാതിരിക്കുമ്പോൾ അവരുടെ കഠിനമായ ഹൃദയത്തെ ഈശോ കുറ്റപ്പെടുത്തുന്നുണ്ട്. മത്തായിയുടെ സുവിശേഷം 13-ാം അധ്യായം 15-ാമത്തെ വാക്യത്തിലും യെശയ്യാവിൻ്റെ പ്രവചനം 6:10 നമ്മളിത് കാണുകയാണ്. നിങ്ങൾ കണ്ണുകൊണ്ട് കാണുന്നു, കാതുകൊണ്ട് കേൾക്കുന്നു, എന്നാൽ ഹൃദയം കൊണ്ട് ഗ്രഹിച്ച് മാനസാന്തരപ്പെട്ടാൻ അങ്ങനെ ഞാൻ നിങ്ങളെ സുഖപ്പെടുത്തുവാൻ കഴിയാത്ത വിധം നിങ്ങളുടെ ഹൃദയം കഠിനമായിപ്പോയി. നമുക്ക് കർത്താവ് എത്ര വേദനയോടുകൂടി പറയുന്നൊരു കാര്യം, ഒരു നെടുവീർപ്പോട് ഈശോ പറയുക, കഠിനമായ ഹൃദയം. എന്നാൽ എസെക്കിയേലിലൂടെ ഈശോ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്, നിങ്ങളുടെ ശിലാഹൃദയം എടുത്തു നീക്കി മാംസളമായ ഒരു ഹൃദയം നിങ്ങൾക്ക് ഞാൻ തരും. അപ്പോൾ കഠിന ഹൃദയം തിരുത്തപ്പെടേണ്ടവയാണ്. കഠിനമായ ഹൃദയം മാറി മാംസളമായ കരുണയുള്ള ആർദ്രതയുള്ള പുൽക്കൂട് പോലെ വിശുദ്ധമായിട്ടുള്ള ഒരു ഹൃദയം ദൈവം അത് നമുക്ക് വേണ്ടി ഒരുക്കുന്നുണ്ട്. മൂന്നാമതായി നമ്മൾ ആർജിച്ചെടുക്കേണ്ട ഒരു സ്വഭാവ ഗുണമാണ് കരുതൽ. അപ്പോൾ നമ്മുടെ ഹൃദയത്തിൽ മറ്റുള്ളവരോടുള്ള വലിയ കരുതലുണ്ടാവണം. യോഹന്നാൻ്റെ സുവിശേഷം 21 ഈശോ ശിഷ്യന്മാർ മീൻപിടിച്ച് തളർന്ന് അവശരായി വരുമ്പോൾ വചനം ഇങ്ങനെ പറയുക, തീയൊരുക്കി മീൻ ചുട്ട് അപ്പം അവർക്ക് വേണ്ടി ഒരുക്കി വെച്ച് കർത്താവ് കാത്തിരുന്നു. കർത്താവിൻ്റെ കരുതൽ, സ്നേഹം. പരിശുദ്ധ അമ്മ എലീശാമ്മ ഗർഭിണിയാണെന്ന് അറിഞ്ഞപ്പോൾ അവിടേക്ക് ഓടിപ്പോവുക തൻ്റെ ശുശ്രൂഷ കൊടുക്കുവാൻ. ഉണ്ണി യേശുവിൻ്റെ ജനനത്തിന് ശേഷം ഹെരോദോസ് ഉണ്ണി യേശുവിനെ വധിക്കാൻ ആഗ്രഹിക്കുന്നു എന്ന ഒരറിവ് ജോസഫിന് കിട്ടുമ്പോൾ ജോസഫ് ആ രാത്രിയിൽ ഭാര്യയും കുഞ്ഞിനെ സംരക്ഷിക്കുവാൻ അവൻ ഈജിപ്തിലേക്ക് പലായനം ചെയ്യുക. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കുടുംബം ഒരു കരുതലിൻ്റെ കുടുംബമായിരിക്കണം. നമ്മുടെ കരുതലിൻ്റെ പ്രാതലൊരുക്കുന്നവരായി നമ്മൾ മാറണം. മാതാപിതാക്കളെ, കുഞ്ഞുമക്കളോടൊപ്പം നമുക്ക് ദിവ്യകാരുണ്യ സന്നിധിയിൽ പ്രാർത്ഥിക്കാം. ആസക്തികൾ മാറി, കഠിന ഹൃദയം മാറി, കരുതലിൻ്റെ ഒരു പുൽക്കൂടായി നമ്മുടെ കുടുംബം മാറുവാൻ, ജീവിതം മാറുവാൻ നമുക്ക് ദിവ്യകാരുണ്യ ഈശോയോട് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കഠിന ഹൃദയത്തിൽ നിന്ന് മാറി കരുതലിലേക്ക് ഞങ്ങൾ രൂപാന്തരപ്പെടുവാൻ കൃപ ചൊരിയണമേ.